ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ കടക്ക ഫ്രൈൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതാ കല്ലുമ്മക്കായി ഞങ്ങൾ നല്ലോണം കഴുകിയിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, വേവിച്ചിട്ട്. പിന്നെ ഇതാ വേണ്ടത് ഇതാ തക്കാളി വേണം, ഉള്ളി വേണം, പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചും പേസ്റ്റ്, പിന്നെ ഇതാ മുളക്, മല്ലിയില, കറിവേപ്പില. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇടുമ്പോൾ ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞങ്ങൾ നല്ലൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ. ഇതിലേക്ക് ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉലുവൊന്ന് കുറച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഇതാ ഉള്ളി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ഉള്ളി അതിലേക്ക് ഇടാം കേട്ടോ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഒന്ന്. ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഉപ്പ് കുറച്ചിട്ടാൽ മതി, കടുക്കയിൽ ഉപ്പ് ഉണ്ടാവുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതൊന്നും ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നാൽ പിന്നെ ഉള്ളി വേഗം വാടുമല്ലോ. ഉപ്പിട്ടാൽ ഉള്ളി ഒന്ന് വേഗം സെറ്റാവും, അതിന് വേണ്ടിയിട്ടോ. ഇനി കുറച്ച് ഉള്ളി വാടി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഇതാ തക്കാളി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിലേക്ക് ഉള്ളി ഇട്ടില്ല, പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിട്ടിട്ട് മിക്സ് ചെയ്യുക. എല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ കേട്ടോ, എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട്. നമുക്ക് അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക്ക സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തുനിന്നും കടുക്ക കിട്ടും. അപ്പോൾ എല്ലാവരും വീട്ടിൽ വാങ്ങി കൊണ്ടുപോയിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചത് ഇട്ട് കൊടുക്കട്ടോ. ഇനി ഫൈനലി നമുക്ക് നമ്മളെ മെയിൻ ഐറ്റം ആയിട്ടുള്ള കടുക്ക അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. നല്ലോണം വേവിച്ച്, നല്ല കേക്ക് നല്ല വേവിച്ച് വെച്ചതാണ്. അപ്പോൾ അതിനെടുത്തുകൊണ്ട് നമ്മളത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ കടുക്കാട്ടോ ഇത്. നമ്മൾ കടുക്കാന്നും കല്ലുമ്മക്കായ എന്ന് പറയുമ്പോൾ അധികം കടുക്കാന്നാണ് പറയാതെ ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. അതാ ഇനി അത് അതിലേക്ക് ഇട്ടത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കേണ്ടതാ. എല്ലായിടത്തും ആവട്ടെ, എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടവർക്ക് ഇതാ ഉപ്പ് നോക്കിയിട്ട് വേണ്ടവർക്ക് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ. നമ്മൾ ഇതിലേക്ക് വേണ്ട പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇനി ഫസ്റ്റ് തന്നെ നമ്മളിതാ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. മഞ്ഞപ്പൊടി. ഇനി അടുത്ത ഐറ്റം ഇതാ കുരുമുളക് പൊടിയാണ് കേട്ടോ. ഓരോരുത്തർ എരിവിനനുസരിച്ച് അവർക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതാ ബിരിയാണി മസാല ആവശ്യത്തിന് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇനി അടുത്തത് ഇതാ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതാ കളറിന് വേണ്ടിയിട്ട് ഇതാ കാശ്മീർ ചില്ലി ഇടുന്നുണ്ട് കേട്ടോ. അതാണ് ഇട്ട് കൊടുക്കുന്നത്. മറ്റേ മുളക് പൊടി ഇട്ടാൽ കുറച്ച് കുത്തൽ പോലെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളിതാ കളറിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീർ ചില്ലി ഇടുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നല്ലോണം ഞാൻ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. നേരത്തെ പൊടികളൊക്കെ ഇട്ട് അതിൻ്റെ ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കടുക്ക ഫ്രൈ റെഡി ആയിട്ടോ. ഇനി കുറച്ച് കഴിഞ്ഞ് നമുക്ക് ചോറിൻ്റെ കൂടെ തട്ടാം. ഗൈസ്, എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.